ഇതിന് വെറും 70,000 രൂപയെ ചോദിക്കുന്നുള്ളൂ. 70,000 രൂപ. ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 1,20,000 രൂപയാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് ഇത് 1,60,000 രൂപയാണ് ചോദിക്കുന്നത്. 1,60,000. അതാണ് ആദ്യം പറഞ്ഞത്. ലോ ബഡ്ജറ്റ് വാഹനം, നല്ല ക്വാളിറ്റി വാഹനം ആഗ്രഹിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. നമുക്കിപ്പോൾ ഒരു ആവശ്യമാണ്, അത്യാവശ്യമാണെന്ന് കരുതിയിട്ട് നമുക്കിപ്പോൾ ഓടി പോയിട്ട് ഒരു കാർ എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് തലവേദനയാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ യൂസർ കാർ എടുക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ഷോറൂമുകൾ ഞാൻ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ പേജിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട്. പരിപൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇപ്പൊ ഞാൻ എന്നുള്ളത് ഹ്യുണ്ടായുടെ ഓതറൈസ്ഡ് സർട്ടിഫൈഡ് യൂസർ ഷോറൂമായിട്ടുള്ള ഹ്യുണ്ടായി പ്രോമിസ് എന്ന് പറയുന്ന ചേരനെല്ലൂർ ബ്രാഞ്ചിലാണ്. നിങ്ങൾക്കറിയാം, വാഹന നിർമ്മാതാക്കളിൽ ഭീമന്മാരായിട്ടുള്ള കമ്പനി നേരിട്ട് നടത്തുന്ന സർട്ടിഫൈഡ് യൂസർ ഷോറൂം ആയതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് നിങ്ങൾക്ക് വാഹനങ്ങൾ എടുക്കാം. പിന്നെ ചെറിയ വാഹനമുണ്ട്, അതേപോലെ തന്നെ വലിയ വാഹനമുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബഡ്ജറ്റ് കൂടിയ വാഹനങ്ങളുണ്ട്. എല്ലാത്തിനും കസ്റ്റമേഴ്സ് വരാൻ പറ്റും. നല്ല കിടിലൻ ഷോറൂമാണ്. സാധാരണ ഷോറൂമുകളെ അപേക്ഷിച്ച് ഇതുപോലുള്ള ഓതറൈസ്ഡ് ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കാൻ വരുന്ന കസ്റ്റമറിന് എന്താണ് മെയിനായിട്ട് ഗുണം? നമ്മൾ വണ്ടി ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഹിസ്റ്ററി, അതുപോലെ മെക്കാനിക്കൽ സൈഡ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കൂടാതെ നമ്മളൊരു 7 വർഷത്തിനുള്ളിലുള്ള വണ്ടികൾക്ക് 1 ഇയർ വാറന്റി, 2 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. 10 വർഷത്തിനുള്ളിലാണെങ്കിൽ 6 മാസത്തെ വാറന്റി, 1 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഹ്യുണ്ടായി വാഹനങ്ങൾക്കാണ് വാറന്റി കൊടുക്കുന്നത്. ഈ പറയുന്ന വാറന്റി സർവീസ് ഒക്കെ നമുക്കിപ്പോ ഹ്യുണ്ടായുടെ ഏത് ഷോറൂമിലും പോലും കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഈ മാസം പുതിയ സ്റ്റോക്ക് ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഓരോന്നോരോന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഹ്യുണ്ടായി കമ്പനിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രെറ്റയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് മോഡൽ 2017 ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഡീസൽ മാനുവൽ ഏതാ വേരിയന്റ്? ഏതാ? ഇ പ്ലസ് ആണ് വേരിയന്റ്. ഇ പ്ലസ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 8,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ സർട്ടിഫൈഡ് വാഹനം ആയതുകൊണ്ട് തന്നെ വാറന്റി കാര്യങ്ങളുണ്ട്. ഇതിപ്പോ 17 മോഡലാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതിന് 6 മാസം വാറന്റി, 1 ഫ്രീ സർവീസ് ഉണ്ട്. ഫ്രീ സർവീസ് ഉണ്ട്. ഈ പറയുന്ന വാറന്റി സർവീസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ, വേറെ ക്ലെയിമോ ഏതോ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് ഹ്യുണ്ടായുടെ ഇയോൺ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2012 ആണ് മോഡൽ. സിംഗിൾ ഓണർ ആണ്. എറാ പ്ലസ് ആണ് വേരിയന്റ്. എറാ പ്ലസ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 1,60,000 രൂപയാണ് ചോദിക്കുന്നത്. 1,60,000. ഇത് 2018 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. VXi ആണ് വേരിയന്റ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് VXi അല്ലേ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 56,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. 56,000. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. എല്ലാം ഉള്ളതാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 5,50,000 രൂപയാണ് ചോദിക്കുന്നത്. 5,50,000. ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വാഹനം, ചെറിയൊരു വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഹ്യുണ്ടായുടെ ഇയോൺ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 55,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. 55,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടൂല്ലേ? ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ 2,30,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് 2007 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 84,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 84,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 1,20,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ ഹോണ്ടയുടെ ജാസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2017 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? ഏത് വേരിയന്റ്? ഫുൾ ഓപ്ഷൻ വി ആണ് വരുന്നത്. വി ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് കാറുകളുടെ ആനവണ്ടി എന്നറിയപ്പെടുന്ന ടാറ്റ സഫാരിയിലെ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2021 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഏത് വേരിയന്റ്? XZ A+ ആണ് വേരിയന്റ്. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 38,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. വെറും 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വാഹനമാണ്, എന്നിരുന്നാലും 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്തായിട്ട് ഹ്യുണ്ടായുടെ i20 പരിചയപ്പെടാം. അതും ഓൾഡ് പേസിൽ വരുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നെ. ഇത് 2011 ആണ് മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 1,24,000 ഓടിയിട്ടുണ്ട്. 1,24,000 കിലോമീറ്റർ. ഇത് പെട്രോൾ ഡീസലാണ്? ഡീസലാണ്. മാനുവൽ. ഏതാ വേരിയന്റ്? വേരിയന്റ് സ്പോർട്സ് ആണ്. സ്പോർട്സ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ 1,70,000 രൂപയാണ് ചോദിക്കുന്നത്. 1,70,000 രൂപ. ഇതും 2017 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ യൂസ് ആണ്. SX+ ആണ് വേരിയന്റ്. SX+ ആണ്. പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 82,000 കിലോമീറ്റർ ഓടി. 82,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സർട്ടിഫൈഡ് വാഹനമാണോ? ഇത് 17 മോഡലാണ്. അതുകൊണ്ട് ഒരു 6 മാസം വാറന്റി, 1 ഫ്രീ സർവീസും കിട്ടും. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ 7,90,000 രൂപയാണ് ചോദിക്കുന്നത്. 7,90,000. അതിൽ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടത്? ഒരു 50,000 രൂപയൊക്കെ മതിയാവും. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. അടുത്തായിട്ട് വീണ്ടും ക്രെറ്റ തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2015 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ യൂസ് ആണ്. S ആണ് വേരിയന്റ്. പെട്രോൾ മാനുവൽ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 70,000 കിലോമീറ്റർ ഓടിയിരിക്കും. 70,000 കിലോമീറ്റർ പെട്രോൾ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 6,50,000 രൂപയാണ് ചോദിക്കുന്നത്. 6,50,000. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഒരു 6 രൂപ വരെ ലോൺ കിട്ടും. 6 രൂപ വരെ ലോൺ കിട്ടും. 6,20 വരെ ലോൺ ചെയ്യാൻ പറ്റുമോ? ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2007 ആണ് മോഡൽ. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 1 ലക്ഷം അടുത്ത് ഓടിയിട്ടുണ്ട്. 1 ലക്ഷത്തിന് അടുത്ത് ഓടിയിട്ടുണ്ട്. ഹ്യുണ്ടായി സാൻഡ്രോ അല്ലേ?
ഈ വാഹനത്തിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? 2027 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് വെറും 70,000 രൂപ ചോദിക്കുന്നുള്ളൂ. 70,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ അച്ഛനാവുണ്ടാവില്ലേ? ഹ്യുണ്ടായുടെ സാൻട്രോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2012 മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ ഒരു 54,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. 54,000 കിലോമീറ്റർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് തരാം. നമ്മളിത് 1,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ നമ്മൾ ഈ മാസത്തെ ഇവിടുത്തെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. ഇതൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തന്ന ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് പേരെന്താണ്? വന്ദന. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.